നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ച പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി. രണ്ടാം പ്രതി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മൽ കുമാർ നായരും കുറ്റക്കാരനാണ്. ശിക്ഷാവിധി നാളെ ഉണ്ടാകും. മനുഷ്യമനസാക്ഷി ഞെട്ടിച്ച കേസിൽ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കാമുകിയായിരുന്ന ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും ഗൂഢാലോചന കേസിൽ പ്രതിയാണ്. ഷാരോണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയതെന്നാണ് കേസ്. ഷാരോണും ഗ്രീഷ്മയുമായി വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു. മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായി പാരസെറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കൊണ്ട് ആദ്യം കുടിപ്പിച്ചു. ദേഹാസ്വാസ്ഥ്യമുണ്ടായെങ്കിലും ഷാരോൺ രക്ഷപ്പെട്ടു. പിന്നീടാണ് പളുകിയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്തത്. 2022 ഒക്ടോബർ 14-നായിരുന്നു ഷാരോൺ കഷായം കുടിച്ചത്. ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 11 ദിവസത്തിനു ശേഷം ഷാരോൺ മരിച്ചു. ഷാരോണിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസിനെയും എല്ലാം അതിവിദഗ്ധമായി തെറ്റിദ്ധരിപ്പിച്ച് ഷാരോൺ ആശുപത്രിയിൽ കിടന്നപ്പോൾ രക്ഷപ്പെടാൻ ഗ്രീഷ്മ ശ്രമിക്കുകയായിരുന്നു. മജിസ്ട്രേറ്റ് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഷാരോൺ ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ പറഞ്ഞിരുന്നു. പ്രോസിക്യൂഷൻ വാദം: ഷാരോണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത്. പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു. തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു നിർമ്മൽ കുമാരൻ നായരെയും പ്രതി ചേർത്തു. കസ്റ്റഡിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. 1 വർഷം ജയിലിൽ കിടന്ന ശേഷമായിരുന്നു ഗ്രീഷ്മ ജാമ്യത്തിൽ ഇറങ്ങിയത്. പാറശാല ഷാരോൺ വധക്കേസ് തമിഴ്നാട്ടിലും ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഗ്രീഷ്മ ഉൾപ്പെടെ കുടുംബത്തിലെ 3 പേരായിരുന്നു അറസ്റ്റിലായത്. തെളിവ് നശിപ്പിച്ച അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവർക്ക് നേരത്തെ ജാമ്യം നൽകുകയും ചെയ്തിരുന്നു. 10 മാസങ്ങൾക്ക് ശേഷമായിരുന്നു ഗ്രീഷ്മയ്ക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയത്. കാർപ്പിക്കുന്ന കളനാശിനിയാണ് ഷാരോണിന് കലർത്തി നൽകിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇത് വാങ്ങി നൽകിയത് നിർമ്മൽ കുമാറാണെന്നും തെളിവ് നശിപ്പിക്കാൻ അമ്മ സിന്ധു കൂട്ടുനിന്നുമായിരുന്നു കേസ്. എന്നാൽ തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടത്. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ഗ്രീഷ്മ. നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ രാജ്. കഴിഞ്ഞ ഒക്ടോബർ 15-ന് തുടങ്ങിയ വിചാരണ ഈ മാസം 3-നാണ് അവസാനിച്ചത്. 95 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ഷാരോണിനെ പ്രതികൾ കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയെന്നാണ് 62 പേജുള്ള കുറ്റപത്രത്തിലും പറഞ്ഞിരുന്നത്. കൊലപാതകം 302, കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തട്ടിക്കൊണ്ടുപോകൽ 364, വിഷം നൽകി കൊലപ്പെടുത്തൽ 328, തെളിവ് നശിപ്പിക്കൽ 201, കുറ്റം ചെയ്തത് മറച്ചുവെക്കൽ 203 എന്നീ വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത്. ഇതിനൊപ്പം 1500-ഓളം പേജുള്ള രേഖകളും അനുബന്ധ തെളിവുകളും സമർപ്പിച്ചിരുന്നു. ഷാരോൺ ആശുപത്രിയിൽ ചികിത്സ തേടിയതു മുതൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഗ്രീഷ്മയിൽ സംശയമുണ്ടായിരുന്നു. ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഷാരോൺ പുറത്തേക്ക് അവശനായാണ് എത്തിയതെന്ന സുഹൃത്തിന്റെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. ഷാരോൺ ആശുപത്രിയിൽ വെച്ച് ഗ്രീഷ്മയ്ക്ക് അനുകൂലമായാണ് മൊഴി നൽകിയതെന്നും ഇരുവരും തമ്മിലെ തുടർന്നുള്ള സംസാരം സുഹൃത്തുക്കളും ബന്ധുക്കളും പരമാവധി മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ഇത് തെളിവുകളാക്കി അന്വേഷണ ഉദ്യോഗസ്ഥരെ മുന്നിലെത്തിച്ചു. ഷാരോണിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇവർ തമ്മിലെ ചാറ്റുകൾ കണ്ടെത്തി പോലീസിനും മാധ്യമങ്ങൾക്കും നൽകിയത് ബന്ധുക്കളാണ്. ഈ ചാറ്റുകളിൽ ഷാരോണിനിടെ കഷായം നൽകിയതായി ഗ്രീഷ്മ ഷാരോണ് സമ്മതിക്കുന്നതടക്കമുള്ളവ ഉണ്ടായിരുന്നതായാണ് കേസിൽ വലിയ വഴിത്തിരിവായത്. ഗ്രീഷ്മയുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും യാത്രകളും ഷാരോണും ഫോണിൽ ചിത്രീകരിച്ചിരുന്നു. ഇത് പരിശോധിച്ചപ്പോഴാണ് ജ്യൂസ് ചലഞ്ച് നടത്തിയതടക്കം തെളിവുകളായി മാറിയത്. 1.5 വർഷത്തെ പ്രണയം സൈനികനുമായുള്ള വിവാഹബന്ധത്തിന് വേണ്ടി അവസാനിപ്പിക്കാൻ ഗ്രീഷ്മ തെരഞ്ഞെടുത്ത വഴിയായിരുന്നു കഷായത്തിൽ കീടനാശിനി ചേർത്ത് നൽകി കൊലപ്പെടുത്തുക. 2021 ഒക്ടോബർ മുതൽ ഷാരോൺ രാജും ഗ്രീഷ്മയും പ്രണയത്തിലായിരുന്നു. 2022 മാർച്ച് 4-ന് പട്ടാളക്കാരനായ ഒരാളുമായി ഗ്രീഷ്മയുടെ വിവാഹം നിശ്ചയിച്ചതിനെ തുടർന്ന് ഷാരോണുമായി പിണങ്ങി. 2022 മെയ് മുതൽ ഷാരോണുമായി വീണ്ടും അടുപ്പത്തിലായി. നവംബറിൽ ഷാരോണിന്റെ വീട്ടിൽ വെച്ച് താലി കെട്ടി. പിന്നീട് വെട്ടുകാട് പള്ളിയിൽ വെച്ച് താലികെട്ട്. തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ മുറിയെടുത്തു. 14-ാം തീയതി വീട്ടിൽ ആരുമില്ലെന്നും വരണമെന്നും ആവശ്യപ്പെട്ട് ഗ്രീഷ്മ ഇവിടെ വെച്ച് ഷാരോണിന് കഷായം നൽകുകയായിരുന്നു. കഷായം കുടിച്ച ഷാരോൺ ഛർദ്ദിച്ചു. തിരിച്ചു പോകുമ്പോൾ ബൈക്കിൽ വെച്ചും ഛർദ്ദിച്ചു. ഗ്രീഷ്മ കഷായം തന്നെന്നും ചതിച്ചെന്നും സുഹൃത്തിനോട് ഷാരോൺ പറഞ്ഞു. ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് കൊലപാതകത്തെക്കുറിച്ച് അറിയാമായിരുന്നെന്നും അമ്മാവനാണ് തെളിവുകൾ നശിപ്പിക്കാൻ ഗ്രീഷ്മയെ സഹായിച്ചെന്നും കുറ്റപത്രത്തിൽ വ്യക്തമായിരുന്നു. രാത്രിയിൽ 1 മണിക്കൂർ 7 മിനിറ്റ് സെക്സ് ടോക്ക്. ഒടുവിൽ കാമുകനെ ഒഴിവാക്കാൻ ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്തു. എന്നാൽ പോലീസ് പിടിയിലായപ്പോൾ ഷാരോൺ എന്നെ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നെ പലതിനും നിർബന്ധിച്ചുവെന്നും പറഞ്ഞ് ഗ്രീഷ്മ പുണ്യാളത്തിയായി. ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ചതിച്ചെന്നും താൻ മരിച്ചു പോകുമെന്നും കാമുകനായ ഷാരോൺ രാജ് ICUവിൽ ബന്ധുവിനോട് കരഞ്ഞു പറഞ്ഞതായാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. ഷാരോൺ മരിച്ച ശേഷം മൊബൈലിലെ ചാറ്റുകൾ ഗ്രീഷ്മ നശിപ്പിച്ചിരുന്നു. ചാറ്റുകൾ തിരികെ എടുക്കാൻ കഴിയുമോ എന്ന് ഗൂഗിളും യൂട്യൂബിലും സെർച്ച് ചെയ്തു. വിവാഹം അടുത്തു വരുന്നതിനാൽ ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിക്കുകയും ചെയ്തു. 2022 ഓഗസ്റ്റ് 22-ന് പാരസെറ്റമോൾ ഗുളികയുടെ അമിത ഉപയോഗത്തെക്കുറിച്ചും ഇത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന തകരാറുകളെക്കുറിച്ചും നിരവധി തവണ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഷാരോണിന്റെ കിഡ്നി, കരൾ, ശ്വാസകോശം എന്നിവ നശിച്ച് ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കീടനാശിനി ഇരുന്ന കുപ്പിയുടെ ലേബൽ ഇളക്കിയ ശേഷം ഗ്രീഷ്മ വീടിനോട് ചേർന്ന റബ്ബർ പുരയെടുത്ത് വലിച്ചെറിഞ്ഞു. അമ്മയ്ക്ക് കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അമ്മാവനാണ് തെളിവുകൾ നശിപ്പിക്കാൻ ഗ്രീഷ്മയെ സഹായിച്ചത്. എന്നാൽ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിടരുതായിരുന്നുവെന്നാണ് ഷാരോണിന്റെ കുടുംബത്തിന്റെ പ്രതികരണം.
വിധി അറിഞ്ഞ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കുടുംബം പ്രതികരിച്ചു. എല്ലാവരുടെയും കൂട്ടായ വിജയമെന്നാണ് പ്രോസിക്യൂഷനും പോലീസും പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.